ഹായ് ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. അയ്യോ 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 അയ്യോ, ദീപാവലി ആയതുകൊണ്ട് പടക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവിടെ ലൈറ്റർ പൊട്ടിച്ച് കളിക്കുകയാണ് പ്രതിഭേട്ടൻ. അപ്പോ ഇന്ന് ദീപാവലി ആയിട്ട് നമ്മൾ നല്ല മധുര പലഹാരം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദീപാവലി വാഴ്ത്തുകൾ. അതെ, ദീപാവലി എന്ത് മധുര പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ ദീപാവലിക്കും നമ്മൾ സ്വീറ്റ്സ് വാങ്ങുമ്പോൾ അതിനകത്ത് മസ്റ്റ് ആയിട്ട് ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വീറ്റ്സ് ആണ് പേട. പേട. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മിൽക്ക് പേട, അതായത് പാൽപേടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ എന്താ പറയാ വർത്താനൊന്നുമില്ല, എങ്കിലും ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം എന്തൊക്കെയാന്ന്. ആദ്യം സാധനങ്ങളൊന്നുമില്ല: പാല്, പഞ്ചസാര, പാൽപ്പൊടി, ഏലക്കാപ്പൊടി, നെയ്യ്, പിസ്ത, പിന്നെ 2 കളറ്. ആ കളർ എന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നേരെ അതെ, ഒരു കളർ ഇവിടെ പോട്ടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ മിൽക്ക് പേടയ്ക്ക് പകരം മാൻപേട മതിയായിരുന്നു. അപ്പൊ ഞാനിപ്പോ ആദ്യം തന്നെ പാല് നമുക്ക് ഇതിനകത്തേക്ക് എല്ലാം ചേച്ചിയുടെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ, അതുകൊണ്ട് ചേട്ടൻ മിണ്ടാ നിൽക്കുകയാണ്. പാലിട്ടു, ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടില്ല. അതെ, പാല് നിങ്ങൾക്ക് പൊടിച്ചിടാൻ പറ്റിയാ അത്രയും നല്ലത്, കാരണം പെട്ടെന്ന് അലിന്ന് കിട്ടും. പാല് പൊടിച്ചിടാനോ? സോറി, പഞ്ചസാര. പാല് പൊടിക്കാനോ? പഞ്ചസാര ഇട്ടു, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളും കൂടെ ഫെസ്റ്റിവൽ അല്ലേ, ഒരു ഇളക്കമൊക്കെ ആകാം. പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഇളക്കിക്കോ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാനൊരു ജോലിയും ചെയ്യുന്നില്ല. പാൽപ്പൊടി ഇടുവാണേ. പാൽപ്പൊടി ഒരു കട്ട കുത്താതെ ഇളക്കി നല്ല നീറ്റാക്കി എടുക്കണം. പാൽപ്പൊടിയാണ് ഇതിന്റെ മെയിൻ സുനാപ്പി. മെയിൻ സുനാപ്പിയോ? നെയ്യ് പൊട്ടിക്കട്ടെ കേട്ടോ. നെയ്യ് ഒരു തരീതിലിടും, അങ്ങനെ ഒരു പാട്ടില്ലേ? അത് തെയ്യാണ്, നെയ്യല്ല. തെയ്യാണോ? പിന്നെ ദീപാവലിയെ കുറിച്ച് ബാഹുബലി ഒരു പാട്ടില്ലേ? പച്ച ദീപാവലിയോ? അങ്ങനെ ഒരു പാട്ടില്ലേ? ദീപാവലിയോ? പച്ച കളറിലെ ദീപാവലി ആയിട്ടുണ്ട് നിങ്ങൾ. ചേട്ടൻ പച്ചല്ലേ? ഇതില് പല കളറുകൾ നന്നായിട്ട് ഇളക്കി ഈ കട്ടകളൊക്കെ ഉടച്ചെടുക്കണം. ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അതെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തിന്നാൻ തന്നെ ഇത് ഭയങ്കര രുചിയായിരിക്കും തോന്നുന്നു. ആണോ? കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നോക്കാം. ഈ പേടയൊക്കെ അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂല്ലേ? പിന്നെ നമ്മള് മടി പിടിച്ചിട്ട് എല്ലാം പോയി കടയിൽ നിന്ന് മേടിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം എന്തൊക്കെ അസുഖങ്ങളാ മാറി നിൽക്കണത് അല്ലേ? അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊല്യൂഷനിൽ നമ്മൾ പെടുന്നില്ല. അത് നമ്മുടെ ഈ എന്താണ് നല്ല മോശമായിട്ടുള്ള എയർ ഒന്നും ലങ്സിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് പണ്ട് 2-3 പനി ഒരു വർഷം വന്നുകൊണ്ടിരുന്നവർക്കൊന്നും ഇപ്പോൾ പനി പോലും വരാറില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. പിന്നെ ഞാൻ ഈ പറയാൻ കാരണം, ഒന്ന് ഹെൽത്തി ആയെന്ന് പറഞ്ഞാൽ ഈ കടകളൊക്കെ പോയപ്പോൾ ഈ പുറത്തുനിന്നുള്ള ആഹാരം കുറഞ്ഞു. അതാണ് പലരും ഹെൽത്തി ആയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ഹോട്ടലുകാര്, എല്ലാ ഹോട്ടലിനെയും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഈ ഹോട്ടലിനല്ലല്ലോ കിട്ടുന്നത്. നല്ല ഹോട്ടലിനും നമ്മൾ ചില ടൂറിസ്റ്റ് ഏരിയകളിലൊക്കെ പോകുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ ഈച്ചയൊക്കെ പിടിച്ചിട്ട് നമ്മൾ വാങ്ങി കഴിക്കും. അതൊന്നും ഇപ്പൊ നമ്മൾ കഴിക്കാറില്ല. അതുകൊണ്ടാണ് പലരും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇനിയെങ്കിലും ഹെൽത്തി ആയിട്ട് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുക, ജെന്യൂനായിട്ട്. അത് എല്ലാവരെയും അല്ല പറയണേ, അങ്ങനെ ആരാണെന്ന് അവർ എല്ലാവർക്കും അറിയാം. അവർ തന്നെ അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടാവും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഹൈജീൻ ആൻഡ് പ്രതിഭേട്ടൻ പൊതുവെ ഭയങ്കര ഹൈജീനിക്കിന്റെ ആളാണ്. കാരണം പിള്ളേർക്കൊക്കെ നമ്മൾ അങ്ങനെ, എന്നെയും കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ശീലിപ്പിച്ച്, അതുകൊണ്ട് നമുക്കത് വിട്ട് പെരുമാറാൻ പറ്റില്ല. നന്നായിട്ടൊന്നും കൂടി ഒന്നുകൂടെ അലിഞ്ഞു വരണോ? അപ്പൊ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും, പാൽപ്പൊടി ഞങ്ങൾ തണ്ട ഇതിലേക്ക് ഒരു തവി കൂടെ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. കാരണം ഇതൊന്ന് തണ്ട ഈ കാണുന്ന ഒരു പരുവം കിട്ടാൻ ഒത്തിരി കട്ടിയായിട്ട് വരണം. ഏലക്കാപ്പൊടി അഥവാ നന്നായിട്ട് കാർഡമം പൗഡർ. ഒട്ടും കട്ട കൂടാതെ ഈ നമ്മളത് അടുക്കളയില് ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഇതുപോലെ നിന്ന്
ഭാര്യയും ഭർത്താവുമാണ് ഉണ്ടാക്കണമെങ്കിൽ നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അതെ. ഈ ഫെസ്റ്റിവൽ സീസണിൽ ഒരു സ്നേഹബന്ധമൊക്കെ ഊട്ടി ഉറപ്പിച്ചെടുക്കാൻ പറ്റും. അതെ. ഭാര്യയെ സോപ്പിടാൻ, ഭാര്യ ഭർത്താവിനെ എന്താണ് ഹൃദയത്തിൽ കയറി പറ്റാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. ഭർത്താവ് തിരിച്ച് ഹൃദയത്തിൽ പറ്റാൻ ഭാര്യയെ കുക്കിങ്ങിൽ സഹായിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഗ്യാസ് കത്തിക്കാം നമുക്ക്. ഇതാണോ ഇനി കട്ടയില്ലാതെ കട്ട ഉടച്ച് മേളിൽ കാണുന്നത് നെയ്യാണ് കേട്ടോ. അതുകൊണ്ട് അതെ. ഇപ്പൊ നമുക്കിതില്ലേ ഒന്ന് കുറുകിയിട്ട് കാണാം അല്ലെ? ഇതൊന്ന് കുറുകിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ഈ പേടയുടെ കുറുക്ക് കുറുക്കി വന്നിട്ടുണ്ട്. അതായത് പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവം കണ്ടോ ഇങ്ങനെ കാണിക്കുമ്പോ പ്ലേറ്റിൽ നിന്ന് വിട്ട് വരും. ഇതാണ് അതിന്റെ ഒരു പരുവം. അലങ്കാര പണികളല്ല, ദീപാവലി അല്ലേ? അതെ, ദീപാവലിയുടെ ഒരു ഇനി ഇതിങ്ങനെ വിട്ട് വരുന്ന പരുവാകുമ്പോ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞാലാണ് നമുക്കിത് കറക്റ്റായിട്ട് ഉരുട്ടി ഇങ്ങനെ മാവ് പോലെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാവേ. അപ്പൊ നമ്മള് പറഞ്ഞോ ഒരു ചെറിയ ഒരു അച്ചിലോട്ട് ഇതിനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായി വരും. എന്നിട്ട് നമുക്കത് മുറിച്ച് പ്രത്യേക ദീപാവലി സ്വീറ്റ്സ് ആണ്. അതായത് നമ്മൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഒരു സംഭവമല്ല. ഇത് കുറച്ച് എന്താണ് ഈ നമ്മളെ ഗുജറാത്തിലൊക്കെ ഉള്ളൊരു സംഭവം. സംഭവം കൈവിട്ട് പോയപ്പോ ഒന്ന് ഗുജറാത്തിന്റെ തലയ്ക്ക് വെക്കാൻ നോക്കിയതാ. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പേടായിട്ട് മുറിക്കും. ടേസ്റ്റ് ഉണ്ട്. ഇതാണ്, പക്ഷെ ഇത് ഇത്തിരി ലൂസായി. അപ്പൊ ഇതൊന്ന് ഫ്രീസറിൽ കയറ്റി ഒന്ന് ഇതൊന്ന് കട്ടിയാക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം. കട്ടിയായെങ്കിൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ അത് വഴിയോടും. ഞാൻ ഷെഫിന്റെ അടുത്ത് പറയും ഇത് ഗുജറാത്തിലെ ഒരു പ്രത്യേക